വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനായിട്ട് ഹായ്, എന്റെ പേര് അഞ്ജലി. അപ്പൊ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വിബ്ജിയോർ സീരീസിന് കണ്ടിന്യൂ ചെയ്യാനാണ്. അപ്പൊ നമ്മൾ കുറച്ചായിട്ട് വിബ്ജിയോർ സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നില്ല, അതായത് വിബ്ജിയോർ സീരീസിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നില്ല. കാരണം നമ്മൾ വേറെ കുറെ ഡ്രസ്സുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും അതൊക്കെ കണ്ടു നോക്കണേ. അപ്പൊ വിബ്ജിയോർ സീരീസിന്റെ കൺസെപ്റ്റ് ഞാൻ കൊണ്ടുവന്നത് വി എന്നുള്ള കളർ, അതായത് വയലറ്റ് കളറാണ് ഇഷ്ടമെങ്കിൽ, അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രീൻ കളറിൽ. അപ്പൊ ഞാൻ എപ്പോ ഏത് മീഷോ ആണെങ്കിലും ഏത് ആപ്പ് എടുത്ത് നോക്കിയാൽ ഞാൻ ഗ്രീൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതേപോലെ ഓരോ കളർ ഓരോരുത്തർക്ക് ഇഷ്ടം. അപ്പൊ അവർക്ക് ഇങ്ങനെ ഞാനിങ്ങനെ ഇടുന്ന വീഡിയോയില് ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വേഗം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കോഡുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതായിട്ട് വേഗം ചെന്ന് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്യാം. അപ്പൊ ഞാൻ ആ ഒരു കൺസെപ്റ്റിലാണ് വയലറ്റ് കളറിലുള്ളതും ഇൻഡിഗോ കളറിലുള്ള അങ്ങനെ കുറച്ച് ഡ്രസ്സുകളായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം പോയി ഓർഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ അതായിരുന്നു എന്റെ ഒരു കൺസെപ്റ്റ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ 2 വീഡിയോ കാണാത്ത വിബ്ജിയോറിന്റെയും ഇൻഡിഗോയുടെയും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേ ലിസ്റ്റിൽ ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ബി കളറിൽ, അതായത് ലൈറ്റ് ബ്ലൂ കളറിലുള്ള കുറച്ച് അടിപൊളി ഡ്രസ്സുകളാണ്. കുറച്ചൊന്നും പറയാനല്ല, ഒരു 3 എണ്ണം ഉള്ളൂ ഇന്ന്. നമ്മൾ സാധാരണ 4 എണ്ണം കാണിക്കാറുണ്ട്, അപ്പൊ ഇന്ന് 3 എണ്ണം ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് ബ്ലൂ കളറിലുള്ള നല്ല ഡ്രസ്സുകളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം ഒരുപാട് പേര് കണ്ടാൽ പോലും നമ്മുടെ ചാനൽ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകും, മറന്നു പോകുന്നവരുണ്ടാവും. അപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ കിട്ടുക. എനിക്കിങ്ങനെ ഓരോ വീഡിയോസ് ചെയ്യാനും എനിക്കത് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനും ഒക്കെ തോന്നുന്നത് അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കാൻ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. ഇനി നമ്മുടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഒന്ന് വേഗം പോയി എനേബിൾ ആക്കിയാൽ ഞാൻ എല്ലാ ദിവസവും നമ്മൾ ആഴ്ച 2-3 വീഡിയോസ് ഇടുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അധികം എന്ന് പറയാതെ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ എന്റെ കയ്യിൽ ഫസ്റ്റ് വന്ന ഡ്രസ്സും എനിക്കിവിടെ എത്തിയ ഫസ്റ്റ് ഡ്രസ്സും ഈ ഒരു ഡ്രസ്സാട്ടോ. ഒരു ലൈറ്റ് കളറിലുള്ള ലൈറ്റ് കളറിലുള്ള ടീഷർട്ടാണ്. ഇതാണ് ഇതിന്റെ ഫുൾ വരുന്നത്. അത്യാവശ്യം ലെങ്ത് വരുന്ന ഒരു ടീഷർട്ടാണ്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു ഈ ടീഷർട്ട്. അതായത് സിമ്പിൾ ആയിട്ടുള്ള ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഡ്രസ്സായിട്ട് എനിക്ക് തോന്നി. ഇത് ഫുൾ പ്രിന്റഡ് വർക്കാണ്, അതായത് ഫ്ലവർ ആണ് മൊത്തം വരുന്നത്. ഫുൾ കൈയും ഫുൾ ലെങ്ത് ഫുൾ വരുന്നത് വൈറ്റ് ഫ്ലവർ ആണ്. അതായത് ഇതാണ് ഫ്ലവർ. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ ക്ലോത്ത് വൈസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു പോളിസ്റ്റർ ടൈപ്പ് ക്ലോത്ത് ആട്ടോ. അതായത് നമ്മുടെ ജേഴ്സി ഒക്കെ ഉണ്ടാവൂലേ, അല്ലെങ്കിൽ വീട്ടിൽ ഇടാൻ പറ്റുന്ന ഒരു എന്താ പറയാ, നമ്മുടെ നൈറ്റ് ഡ്രസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതും അല്ലെങ്കിൽ ജേഴ്സിയുടെ ക്ലോത്ത് ആണ് ഇത്. ശരിക്കും അത്യാവശ്യം എന്താ പറയാ, പെട്ടെന്നൊക്കെ ഈ മഴക്കാലത്തൊക്കെ അതിട്ട പെട്ടെന്ന് ഉണങ്ങാൻ പറ്റുന്ന ഒരു ടൈപ്പ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഞാനിവിടെ ഹോസ്റ്റലില് ഡ്രസ്സ് കഴിക്കാൻ ഉണങ്ങൂല, മഴയല്ലേ മൊത്തം. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഡ്രസ്സ് ആണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് ഉണങ്ങും. അങ്ങനത്തെ ഒരു ടൈപ്പ് ടോപ്പാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ നമ്മുടെ ഹാഫ് ആണ് വരുന്നത്, നമ്മുടെ ഷോർട്ട് ആയിട്ട് വരുന്ന ഒരു സ്ലീവ് ആണ്. പിന്നെന്താ, നെക്ക് ഇങ്ങനെയാണ് വരിക. അപ്പൊ ഞാൻ ഇട്ടിട്ടുള്ളത് സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നെക്ക് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെന്താ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഡ്രസ്സ്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് 263 ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഡ്രസ്സും കൂടി ഒരുമിച്ച് ഇടുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ട് വരുമല്ലോ. അപ്പൊ ഇത് കുറച്ച് ഡിസ്കൗണ്ട് എനിക്ക് വന്നു. ഇത്ര 14 രൂപ അങ്ങോട്ട് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ, അതായത് ഇപ്പൊ ബ്ലൂ കളറിലെ ഡ്രസ്സ് ഒരുമിച്ച് ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ട് ഇങ്ങനെ വരും. അപ്പൊ എനിക്ക് ഇതിനൊരു 14 രൂപ അങ്ങോട്ട് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് 263 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ സെക്കൻഡ് വൺ വന്നിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. ഇതാണ് ഒരു ഗൗൺ ആട്ടോ. ഇതല്ലേ ഫ്രണ്ട്. ഓക്കെ, ഇതാണ് ആ ഡ്രസ്സ്. ഇങ്ങനെയാണ് എന്റെ കൈ വന്നിട്ടുള്ളത്. ഒരു അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു ടോപ്പല്ല ഗൗണാണ്. എന്താ പറയാ, ഇതൊരു ലൈറ്റ് ബ്ലൂവും പിന്നെ കുറച്ച് ഡാർക്ക് ബ്ലൂവും അതുപോലെ എവിടേക്ക് കുറച്ച് യെല്ലോയും ഗ്രീനൊക്കെ കൂടി മിക്സ് ചെയ്ത് വൈറ്റുമ്മലാണ് ഈ പ്രിന്റ് മൊത്തം വന്നിട്ടുള്ള. ഫുൾ സെയിം പ്രിന്റ് ആട്ടോ, വേറെ ഡിഫറെന്റ് പ്രിന്റ് ഒന്നുമില്ല. മൊത്തം ഇങ്ങനെ തന്നെ വരുന്ന ഒരു പ്രിന്റ് ആയിട്ടുള്ള
ഒരു ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന്റെ കൈ വന്നിട്ട് സ്ലീവ്ലെസ് ആണ്. അപ്പോൾ ഇന്നർ യൂസ് ചെയ്തിടുന്നവർക്ക് ഇന്നർ ഇടാം, അതായത് വൈറ്റ് ഇന്നർ ഇട്ടിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം. അല്ലാതെ ജാക്കറ്റ് യൂസ് ചെയ്യണമെങ്കിൽ ജാക്കറ്റ് യൂസ് ചെയ്യാം. അല്ലാതെ ഇങ്ങനെ ഇടാൻ കംഫർട്ടബിൾ ആണെങ്കിൽ ഇങ്ങനെ ഇടാം. ഓക്കെ, അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഇതിന്റെ ക്ലോത്ത് ആണെങ്കിലും റയോൺ ക്ലോത്ത്. അപ്പൊ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഇതിന്റെ ക്ലോത്ത്. തൊട്ട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആണ്. കാണാനും നല്ല ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക്, അപ്പോ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇവിടെ ഇങ്ങനെ കുറച്ച് ചുങ്ങി ചുങ്ങി കിടക്കുന്ന ഒരു ടൈപ്പാണ് ഇലാസ്റ്റിക് വന്നിട്ട്. പിന്നെ ഇവിടെ ഫുള്ള് ഇങ്ങനെ അത്യാവശ്യം ലെങ്ത് വന്നിട്ട്, അപ്പോൾ ഒരു നൈസ് ഗൗൺ ആണ് ഇത്. നൈസ് ഒരു ഉടുപ്പ് പോലെയൊക്കെ നമുക്ക് ഇടാം. ഓക്കെ, അപ്പൊ ഞാൻ ഇത് എടുത്ത്, ഞാൻ എല്ലാ ഡ്രസ്സും എടുത്തത് ഇപ്പൊ സ്മോൾ ആട്ടോ. അപ്പൊ ഈ കറക്റ്റ് സ്മോൾ പാകാവും. ഇപ്പൊ എക്സസ് മാറിയിട്ട് സ്മോൾ ആക്കി ഞാൻ. അപ്പൊ എനിക്ക് കറക്റ്റ് ആണ് പാകാവുക. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നൈസ് ഡ്രസ്സാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, കാണാനും ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് 274 ആട്ടോ ഇതിന്റെ റേറ്റ്. അഫോർഡബിൾ ആണ് അല്ലെ? നമ്മളെല്ലാ ഡ്രസ്സും കൊണ്ട് തന്നെ അഫോർഡബിൾ ആണ്. അപ്പൊ ഇതിന് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇതും അഫോർഡബിൾ ആണ്. നമുക്ക് കോളേജിൽ പോകുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാനും, ഓഫീസിൽ പോകുമ്പോൾ യൂസ് ചെയ്യാനും, വെറുതെ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി നൈസ് ആയിട്ടുള്ള ഡ്രസ്സാണ്. അപ്പൊ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇതാണ്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ടീഷർട്ട് ഇഷ്ടപ്പെട്ടത്. ടീഷർട്ട് വൈസ് നോക്കുമ്പോൾ എനിക്ക് ടീഷർട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിൽ കമ്പാരിറ്റീവ്ലി ഇതെനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. കാരണം ഇതൊരു ക്യൂട്ടായിട്ട് തോന്നി എനിക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ പറയാം. അപ്പൊ ഇതിന്റെ എല്ലാ ഡീറ്റെയിലും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കൂട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലെങ്കിൽ പോലും എനിക്ക് ഡിസ്ക്രിപ്ഷൻ പോയി മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങുമ്പോൾ എനിക്ക് കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ എത്രയാണ് ഡിസ്കൗണ്ട് എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഇതിന്റെ നെക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലെ? നെക്ക് ദേ ഇങ്ങനെയാണ്, ഇത്രയാണ് നെക്ക് വരുന്നത്. അപ്പൊ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഞാൻ ഇത് ഇട്ട് നോക്കിയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാട്ടോ എന്തായാലും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡ്രസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഡ്രസ്സ് വന്നിട്ട്, അതായത് നമ്മുടെ തേർഡ് ഡ്രസ്സ് വന്നിട്ട് ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ബ്ലൂ ഒക്കെ കൂടി മിക്സ് ഇട്ട് വരുന്ന ഒരു ഗൗൺ ആണിത്. പക്ഷേ ഇല്ലേ, പക്ഷെ അവിടെ നിൽക്കട്ടെ, ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇതാണ് ആ ഡ്രസ്സ് കേട്ടോ. എവിടെ ഇതിന്റെ കഴുത്ത്. ഓക്കെ, ഇതാണ് ഈ ഡ്രസ്സ്. വി നെക്ക് വരുന്ന ഒരു ഡ്രസ്സാണ്. വി എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്യാവശ്യം വലിയ വി ആണിത്. പിന്നെ ഇത് മൊത്തം ഇങ്ങനെ ബട്ടൺ ആട്ടോ. ഇത് മൊത്തം ബട്ടൺ കണ്ടോ? അയ്യോ, കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഗൈസ്? ഇവിടെ മൊത്തം ഇങ്ങനെ ബട്ടൺ ഈ അറ്റം വരെ, ഇവിടെ വരെ നമുക്ക് ബട്ടൺ വരുന്ന ഒരു ഡ്രസ്സാണ്. അപ്പൊ ഇതാണ് ആ ഡ്രസ്സ്. ഇതിന്റെ കൂടെ നമുക്ക് ഒരു ബെൽറ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിന്റെ കൂടെ ഉള്ള ഒരു ബെൽറ്റ്. ഇതിങ്ങനെയാണ്. ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ സൈഡിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. നമ്മൾ ഇതിങ്ങനെ ഫ്രണ്ട് വന്നിട്ട് ഇതിങ്ങനെ ഇവിടെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റ് ആയി നിൽക്കും. ഓക്കെ, അപ്പൊ ഇനി ഡ്രസ്സിന്റെ കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ ഇതുമ്പോ ഫുൾ പ്രിന്റ് ആണ്. നമ്മൾ വാങ്ങിയ ഈ 3 ഡ്രസ്സും പ്രിന്റ് ആണ്. ഇതിലൊരു ഡാർക്ക് വൈറ്റുമ്പോ ഡാർക്കും ലൈറ്റും കൂടിയിട്ട് ലൈറ്റ് കളറിൽ ബ്ലൂ വരുന്നതാണ് ഈ ഡ്രസ്സ്. ഫുൾ ഇവിടെ ബട്ടൺ, ഇങ്ങനെ ബട്ടൺ വന്നിട്ട് നമ്മുടെ കൈ പറഞ്ഞു കഴിഞ്ഞാൽ 3/4 ആണ് ഇതിന്റെ കൈ. പിന്നെ ദൈവടി ഇങ്ങനെ എന്താ പറയാ, ചുക്കി ഇങ്ങനെ പഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, ഇനി ഇതിന്റെ ക്ലോത്ത് വൈസിലേക്ക് കിടക്കുമ്പോൾ ഞാൻ ആ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാട്ടോ. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ ആ ചേച്ചി ഇട്ടിട്ട് കൊള്ളാം, പക്ഷെ ഞാൻ ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ എനിക്ക് അതിൽ കണ്ട പോലെ അല്ല ഈ ഒരു ഡ്രസ്സ്. ഇതിന്റെ ക്ലോത്ത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്താ ഈ ക്ലോത്തിന്റെ പേര്? എന്താ സാൻഡോണോ അങ്ങനെ എന്താണ് ക്ലോത്തിന്റെ പേര്? ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. അങ്ങനെ, അതായത് ഒരുമാതിരി പോളിസ്റ്റർ ടൈപ്പ് ഉള്ള ഒരു ക്ലോത്ത് ആണ്. പക്ഷെ എനിക്ക് ആ ഫോട്ടോയിൽ നല്ല രസമുണ്ട് ആ ചേച്ചി ഇട്ടിട്ട് കണ്ടപ്പോ. പക്ഷെ എനിക്ക് ഇത് ഇവിടെ എത്തിയപ്പോ എനിക്കും ഇഷ്ടമായില്ല. എന്റെ കൂടെ എന്റെ ഫ്രണ്ട്സിനൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു ഡ്രസ്സ് ഇതായിരുന്നു. അല്ല, ചിലപ്പോ ഇത് എനിക്ക് ഇട്ടിട്ട് ഭംഗിയില്ലാത്തതാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോ വേറെ ആൾക്കാർക്ക് ഇടുമ്പോ ചിലപ്പോ ക്യൂട്ടായിരിക്കും ഇത്. പക്ഷെ എനിക്ക് എന്തോ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല, നൈസാണ്. പക്ഷെ ഞാൻ ആ ചേച്ചി ഇട്ടിട്ടുള്ള, ഐ മീൻ ആ ഫോട്ടോയിൽ കണ്ട പുള്ളിക്കാരി ഇട്ട പോലെ ഒന്നും എനിക്ക് തോന്നിയില്ല.
എന്താന്ന് എനിക്കറിയില്ല, എന്റെ കുഴപ്പമാണോ ഇനി ഇതിൻ്റെ ഇതാണോ. കാണാൻ വലിയ കുഴപ്പമില്ല, നൈസ്. പക്ഷേ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കി രണ്ടും കിടുവായിരുന്നു. ഇതാണ് എനിക്ക്, നമ്മൾ ഏത് ഡ്രസ്സിൽ ഏതെങ്കിലുമൊക്കെ ഒരു മോശം ഉണ്ടാവുമല്ലോ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഡ്രസ്സ്. ചിലപ്പോ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല, അത്രേ ഉള്ളൂ. പിന്നെ ബെൽറ്റ് യൂസ് ചെയ്യാതെ ഇടുന്നവർക്ക് അങ്ങനെ ഇടാം. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സ്ട്രെഗ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. അങ്ങനെയും, അതായത് ഉള്ളിൽ വേറെ എന്തെങ്കിലും ഇന്നറിട്ടിട്ട് അല്ല ടീഷർട്ട് എന്തെങ്കിലും ഇട്ടിട്ട് പുറത്ത് അങ്ങനെയാ. കാരണം ഇത് ബട്ടൺ ആയതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്ത് ചിലപ്പോൾ രസം ഉണ്ടാവും. എൻ്റെ ഒരു തോന്നൽ ഞാൻ പറഞ്ഞു കേട്ടോ. പക്ഷെ എനിക്കിത് അത്രയും ഇഷ്ടപ്പെട്ടില്ല. അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു ഗൗണാണ്, ബെൽറ്റ് ഇല്ലാതെയും നമുക്ക് ഇത് ഇടാം. എനിക്ക് ബെൽറ്റ് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. പക്ഷെ ഞാൻ ആ ഫോട്ടോയിൽ കണ്ടത്രേ എനിക്കിത് പോട്ടെ, കുഴപ്പമില്ല, എന്നാലും നൈസ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ തേർഡ് വൺ വന്നിട്ട് ഫുൾ പ്രിന്റഡ് വരുന്ന ഒരു ഇതാണ്. ഇതിനാണോ കലങ്കാരി വർക്ക് എന്ന് പറയാ? അതേ തോന്നുന്നു. ഓക്കെ, ഇതിന് ഏകദേശം ഫുൾ പ്രിന്റഡ് വരുന്ന ഒരു ടോപ്പാണ്. പിന്നെന്താ, ഇതിന്റെ റേറ്റ് വന്നിട്ട് 378. എന്റെ ബാക്കി രണ്ട് ഡ്രസ്സ് 200 സംതിങ് ഉള്ളൂ. ഇതിന് ഞാൻ 300 മുതലാക്കിയിട്ട് കൊടുത്തിട്ട് പോലും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്താണോ, ബാക്കി രണ്ടും നൈസായിരുന്നു. പിന്നെ ഒരെണ്ണം കൂടി വരാണ്ട്, അതിന് എന്ന് വരാണാവോ, കാരണം കുറെ ദിവസമായി ഇതിന്റെ ഒപ്പം തന്നെ ഓർഡർ ചെയ്താ. പക്ഷെ ഇപ്പോഴും എനിക്ക് കോഴിക്കോടിലേക്ക് സാധനം എത്തിയിട്ടില്ല. അതുകൊണ്ട് അതെന്താവും എനിക്കറിയില്ല. അപ്പൊ ഇതാണ് നമ്മുടെ തേർഡ് വൺ. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് 378. നിങ്ങൾ നോക്കി നോക്കൂ കേട്ടോ. ചിലപ്പോ എല്ലാവർക്കും ഈ ഡ്രസ്സ് എനിക്ക് സ്യൂട്ട് ആവാത്തതായിരിക്കാം, ചിലവർക്ക് സ്യൂട്ട് ആവുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ഞാൻ എന്തായാലും കോഡൊക്കെ കൊടുത്തു നോക്കാം. അപ്പൊ നിങ്ങളൊന്ന് വാങ്ങി നോക്കുക. ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ റിട്ടേൺ ചെയ്യാം. കാണാൻ നൈസൊക്കെയാണ്, പക്ഷെ ഇട്ടപ്പോ എനിക്ക് അത്രയും വലിയ ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്ലൂ കളറിലുള്ള മീഷോയിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സുകൾ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി മീഷോയിൽ പോയി നോക്കാം കേട്ടോ. കാരണം ആദ്യത്തെ രണ്ടെണ്ണം എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. തേർഡ് വണ്ണാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെടാത്തത്. അപ്പൊ നിങ്ങൾ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിലും കൊടുക്കും. അപ്പൊ നിങ്ങൾ എന്തായാലും പോയി ചെക്ക് ചെയ്ത് നോക്കാം മീഷോയില്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും പോയി വാങ്ങാലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്ന അനുസരിച്ച് നമ്മുടെ വീഡിയോസിന് ഓരോ കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് വരുത്തുന്നതായിരിക്കും. ഓക്കെ, പിന്നെന്താ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോയവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.